അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ചില കുട്ടികൾക്കെങ്കിലും ഡേറ്റ്സ് ഇഷ്ടമില്ലാത്തവരായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ വരെ കഴിച്ചു പോകുന്ന തരത്തിലെ അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടാവാം. ആദ്യം ഒരു സോസ് പാനോ അല്ലെങ്കിൽ കടായിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിക്കാം. 2 പാക്കറ്റ് പാൽ എന്ന് പറയുമ്പോൾ 500 ml പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഈത്തപ്പഴം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തതാണ്. എന്നാലും ഈത്തപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടാകും. അത് ലാസ്റ്റ് എല്ലാം കൂടി നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷുഗറിന് പകരം മൊത്തത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ കുറച്ച് ഷുഗറും കുറച്ച് മിൽക്ക് മെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പുഡിംഗ് മിക്സ് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. പാല് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ബൂസ്റ്റ് ഡയറക്റ്റ് ഇട്ടാൽ ചെറുതായിട്ട് കട്ട കിട്ടുന്നുണ്ട്. അതിന് പകരം ഒരു ബൗളിൽ കലക്കി വയ്ക്കാവുന്നതാണ്. കട്ട കെട്ടിയെന്ന് വെച്ചിട്ട് നമുക്കൊരു പ്രശ്നമില്ല. ഇതെല്ലാം മിക്സും കൂടിയിട്ട് ലാസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചാൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം എപ്പോഴും പുഡിങ്ങിന് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണ്ടത്. തണുക്കുമ്പോൾ മധുരം കുറവായിട്ട് തോന്നിയാൽ പുഡിങ് കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ മിക്സും കൂടി നന്നായിട്ട് ഇളക്കി പാൽ തിളക്കുന്നത് വരെ കാത്തു നിൽക്കാം. പാൽ ചൂടാക്കാൻ വെക്കുന്ന സമയം തന്നെ 20 ഗ്രാം ചൈന ഗ്രാസ് ഒരു പാത്രത്തിൽ സോക്ക് ചെയ്തിട്ട് ഡബിൾ ബോയിലിങ്ങോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെൽറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. പാൽ തിളച്ചതിന് ശേഷം മെൽറ്റായ ചൈന ഗ്രാസ് പാലിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ചൈന ഗ്രാസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് പാൽ തിളച്ച് പോയാൽ നമ്മുടെ പുഡിംഗ് മിക്സ് പിരിഞ്ഞു പോകുന്നതാണ്. ഇൻ കേസ് ആർക്കെങ്കിലും പുഡിംഗ് മിക്സ് പിരിഞ്ഞു പോയെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ചൂടാറിയ ശേഷം നന്നായി അടിച്ചെടുത്താൽ മതി. ചൂടാറിയ ശേഷം ഈ പുഡിംഗ് മിക്സ് നമുക്ക് ട്രേയിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 5 to 6 മണിക്കൂർ ഇല്ലെങ്കിൽ ഓവർനൈറ്റ് തന്നെ നമുക്ക് പുഡിംഗ് എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം. നല്ലവണ്ണം സെറ്റായതിന് ശേഷം മാത്രം പുഡിംഗ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആറ് 7 മണിക്കൂറിന് ശേഷം പുഡിംഗ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. പുഡിംഗ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. ചൈന ഗ്രാസ് കറക്റ്റായിട്ട് ചേർത്തിട്ടില്ലെങ്കിൽ പുഡിംഗ് സെറ്റായി കിട്ടില്ല. കറക്റ്റായിട്ട് ചേർത്താൽ 1 മണിക്കൂർ തന്നെ നമുക്ക് നല്ല രീതിയിൽ സെറ്റായി കിട്ടും എന്നതാണ്. പുറത്ത് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കൃത്യമായിട്ട് തന്നെ തീർക്കേണ്ടതാണ്. പുഡിംഗ് സെറ്റായതിന് ശേഷം ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡെക്കറേഷനാണ്. ഡെക്കറേഷൻ എന്ന് വെച്ചാൽ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ മേലിലേക്ക് ചോപ്പ് ചെയ്ത ബദാമും 3 ഡേറ്റ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഡേറ്റ്സ് പുഡിങ്. ഡേറ്റ്സ് ഇഷ്ടമില്ലാത്തവർ എന്തായാലും കഴിച്ചു പോകുന്ന തരത്തിലുള്ള പുഡിങ്ങാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.